ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്ക് കൃതജ്ഞത. എൻ്റെ പേര് ആലീസ് തോമസ്. ഞാൻ കേളകത്തു നിന്ന് വരുന്നു. എൻ്റെ മകൻ്റെ 1.5 വയസ്സുള്ള മകൻ ആൽഫി റെനിലിന് കൈകാലുകളിലും കഴുത്തിലും ചൊറിഞ്ഞു പൊട്ടുന്ന അസുഖമായിരുന്നു. UK-യിലായിരുന്ന കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കാണുകയും അച്ഛൻ അവൻ്റെ കാലിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും സുഖപ്പെടുമെന്ന് പറയുകയും ചെയ്തു. ഇവിടെ ഹോമിയോയും അലോപ്പതിയും ചികിത്സ നടത്തുകയും പക്ഷേ അസുഖം കുറഞ്ഞില്ല. ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻറ്റ് നിർത്താൻ ആവശ്യപ്പെടുകയും പ്രായമാകാതെ കുറയുകയില്ല എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ആവിലായിലെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടും അച്ഛൻ്റെ പ്രാർത്ഥന കൊണ്ടും ഇപ്പോൾ സുഖപ്പെട്ടു. അവൻ്റെ മാതാപിതാക്കളുടെ കൂടെ UK-യിൽ സന്തോഷമായി ഇരിക്കുന്നു. ഈശോയ്ക്ക് സ്തുതി. അമ്മ ത്രേസ്യയ്ക്ക് 1000 നന്ദി. ദൈവത്തിന്റെ നാമം ചേർത്ത് വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ കീഴ്പള്ളിയിൽ നിന്ന് വരുന്നു. 2023 ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ച എനിക്ക് ജോലി ലഭിക്കാനുള്ള നിയോഗം വെച്ച് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായി ഒക്ടോബർ മാസം തന്നെ എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു. എനിക്ക് ജോലി നൽകി അനുഗ്രഹിച്ച ആവിലായിലെ അമ്മ ത്രേസ്യ പുണ്യവതിക്കും കർമ്മല മാതാവിനും 1000 നന്ദി. നമുക്ക് ചേർന്ന് വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ഗ്രേസ് മരിയ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആവിലയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എന്നെ B2 പാസ്സാക്കി പെട്ടെന്ന് തന്നെ വിസ വാങ്ങിത്തന്ന് ഞാൻ തിങ്കളാഴ്ച 17/3/2025 ജർമ്മനിക്ക് പോവുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആവിലായിലെ ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. എൻ്റെ പേര് ജെസ്സി. സ്ഥലം എടത്തൊട്ടി. എൻ്റെ മകൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. മകൻ്റെ കുടുംബം നാട്ടിൽ വന്നപ്പോൾ മുതൽ മകൾക്ക് സുഖമില്ലാതെയായി. ഒത്തിരി മരുന്നുകൾ കഴിച്ചു. കുറയാതെ വന്നപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നപ്പോൾ കുഞ്ഞിൻ്റെ അസുഖമെല്ലാം മാറി. എൻ്റെ പ്രാർത്ഥന കേട്ട അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും ഒത്തിരി നന്ദി. എൻ്റെ പേര് ഉഷ. കീഴ്പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ മക്കൾക്ക് കിട്ടിയ 2 അനുഗ്രഹങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. മാർച്ച് 1-ാം തീയതി മകൾക്ക് അതിശക്തമായ വയറുവേദനയും തുടർന്ന് നിർത്താതെയുള്ള ബ്ലീഡിങ്ങും ഉണ്ടായി. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് വരുവാൻ പറഞ്ഞു. അപ്പോൾ തന്നെ സ്കാൻ ചെയ്തു. റിപ്പോർട്ട് വന്നപ്പോൾ ഫലോപ്പിയൻ ട്യൂബിൽ 8 മില്ലിമീറ്ററിൻ്റെ ഒരു സിസ്റ്റ് ഉള്ളതായി കണ്ടു. ഉടനെ തന്നെ ഓപ്പറേഷൻ വേണമെന്നും അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നും പറഞ്ഞു. കാരണം നോർമലി 3.5 മില്ലിമീറ്റർ വരെ കാണാറുള്ളൂ. വളരെ അപൂർവമായിട്ടാണ് ഇത്തരം സിസ്റ്റ് കാണുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്തു. സിസ്റ്റ് പുറത്തെടുത്ത് ബയോപ്സിക്ക് അയച്ചു. റിസൾട്ട് നോർമലായാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നു. 5 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എല്ലാം നോർമലായിരുന്നു. രണ്ടാമതായി എൻ്റെ മകന് ഒരു ബാങ്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. 4 വർഷമായി അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അതും കഴിഞ്ഞ ദിവസം ശരിയായി കിട്ടി. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. എൻ്റെ വീട് ചരൾ. എൻ്റെ മോൾ സാറ ഡേവിഡ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് അച്ഛനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. OET പരീക്ഷയിൽ വിജയം വരിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അവൾക്ക് ഫസ്റ്റ് പരീക്ഷയിൽ പാസ്സാകുവാൻ സാധിച്ചു. പ്രാർത്ഥിച്ച അച്ഛനും ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് അനു. മട്ടന്നൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. ദൈവം എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. ഞാനൊരു നേഴ്സാണ്. നിരവധി തവണ OET പരീക്ഷ എഴുതുകയും അതൊന്നും ലഭിക്കാതെ വളരെ വിഷമത്തിലായിരുന്നു. തുടർന്ന് 2023 ഡിസംബർ 16 പരീക്ഷ എഴുതുകയും അതിൽ അയർലൻഡ് സ്കോർ നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. തുടർന്ന് ഞാൻ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും മാർച്ച് മാസം അയർലൻഡിൽ പോകുവാനുള്ള DL ലഭിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഇൻ്റർവ്യൂ ഒന്നും ലഭിക്കാതെ വളരെയധികം സങ്കടത്തിലായി. ഈ സമയങ്ങളിൽ പറ്റാവുന്ന ദിവസങ്ങളിൽ ഇവിടെ വരികയും മുട്ടിന്മേലിഴഞ്ഞ് പ്രാർത്ഥിക്കുകയും നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. തുടർന്ന് നവംബർ മാസം ഇൻ്റർവ്യൂ കിട്ടുകയും അതിൽ സെലക്ട് ആവാനും ബാക്കി പ്രോസസ്സിംഗ് എല്ലാം തന്നെ വേഗത്തിൽ ചെയ്യുവാനും സാധിച്ചു. മാർച്ച് 18 അയർലൻഡിൽ പോകുവാനുള്ള ടിക്കറ്റ് കിട്ടി. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ ആവിലായിലെ അമ്മ ത്രേസ്യയോടും ബന്ധിതനായ ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു.
കരടിച്ച് നന്ദി പറഞ്ഞിട്ട് ചേർന്ന് വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിസി കുര്യൻ. ഞാൻ മാങ്ങോട് നിന്ന് വരുന്നു. എൻ്റെ മകൻ മറൈൻ എഞ്ചിനീയർ ആണ്. അതിൻ്റെ ഓഫീസർ പോസ്റ്റിലേക്കുള്ള പരീക്ഷ പല പ്രാവശ്യം എഴുതിയെങ്കിലും പാസ്സായില്ല. ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ നടന്ന ഉരുൾനേർച്ചയിൽ ഈ നിയോഗം വെച്ച് പങ്കെടുക്കുകയും 33 ആഴ്ച ആവിലയിൽ വരാമെന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പരീക്ഷയുടെ 2 ദിവസം മുമ്പ് മകൻ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ തലയിൽ കൈവച്ച് ഈ പ്രാവശ്യം പരീക്ഷ പാസ്സാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ നവംബറിൽ എക്സാം പാസ്സാവുകയും ഇന്നലെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഷിപ്പിൽ മറൈൻ എഞ്ചിനീയർ ഓഫീസറായി ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ലക്ഷ്മി, കേളകം. എനിക്ക് കുറച്ചുനാൾ മുൻപ് മേല് മുഴുവൻ ഭയങ്കര വേദനയായി. കിടന്നിടത്തു നിന്ന് എണീക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് ഞാൻ ആവില അമ്മയോടും ബന്ധിതനായ ഈശോയോടും പ്രാർത്ഥിച്ചു, എൻ്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരണമേ. ഞാൻ പ്രാർത്ഥന കെട്ടിയിടുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ വേദനകളൊക്കെ മാറി. പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനോടും ബന്ധിതനായ ഈശോയോടും അമ്മ ത്രേസ്യയോടും 1000 നന്ദി. വിളിക്കാം ഈശോയേ. എൻ്റെ പേര് അഖില. എനിക്ക് ജനുവരി 23-ാം തീയതി സുഖമില്ലായ്മ വന്നതിനെ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിലാവുകയും തുടർന്ന് എനിക്ക് ശക്തമായ പുറംവേദന ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ജനുവരി 24-ന് ഞാൻ റാപ്സൻ അച്ഛൻ്റെ പയ്യാവൂർ ടൗൺ പള്ളിയിൽ വെച്ച് സായാഹ്ന കൺവെൻഷൻ കൂടുകയുണ്ടായി. തുടർന്ന് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയുമുണ്ടായി. അച്ഛനോട് വേദന സംബന്ധിച്ച കാര്യം ഞാൻ പറയുകയും അച്ഛൻ അവിടെ കൈതൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് എൻ്റെ ശക്തമായ വേദന കുറയുകയുമുണ്ടായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛന് നന്ദി പറയുന്നു. സൗഖ്യപ്പെടുത്തിയ എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി. ചേർന്ന് വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ലിറ്റി. ഞാൻ മണ്ഡലത്ത് താമസിക്കുന്നു. 8 വർഷമായിട്ട് എനിക്ക് മക്കളില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് 3 ആൺകുട്ടികളെ ദൈവം നൽകി. ആദ്യത്തെ 2 ഇരട്ടക്കുട്ടികളാണ്. ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിസി ബെന്നി. ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് വേണ്ടി ലേണേഴ്സ് ടെസ്റ്റ് 2 പ്രാവശ്യം എഴുതി തോറ്റുപോയി. എനിക്ക് കമ്പ്യൂട്ടറിൽ എഴുതുവാൻ അറിയുമായിരുന്നില്ല. 3-ാമത് ഫെബ്രുവരി 28-ന് ഡേറ്റ് കിട്ടി. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ നിയോഗം എഴുതി കെട്ടിയിട്ട് പ്രാർത്ഥിച്ചു. 3-ാമത്തെ തവണ ഞാൻ ലേണേഴ്സ് ജയിക്കുകയാണെങ്കിൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നു. ബന്ധിതനായ ഈശോയും മാതാവും അമ്മ ത്രേസ്യയും എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. 3-ാമത്തെ തവണ ഞാൻ പാസ്സായി. എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും എന്നെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശൈലജ. ഞാൻ അങ്ങാടിക്കടവിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് വർഷങ്ങളായുള്ള വയറുവേദനയും കാലിലെ അലർജിയും സുഖപ്പെടുത്തി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. എൻ്റെ പേര് സ്മിത. കൊട്ടിയൂർ സ്വദേശിയാണ്. എനിക്ക് ലഭിച്ച വിജയത്തിന് നന്ദി പറയുവാൻ വേണ്ടിയാണ് ഈ സാക്ഷ്യം. പലതവണ OET പരീക്ഷ എഴുതിയിട്ടും ആവശ്യമായ മാർക്ക് ലഭിക്കാതിരുന്ന എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വിജയം ലഭിച്ചു. കൂടാതെ എൻ്റെ ഭർത്താവിന് രോഗശാന്തി ലഭിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും ഒത്തിരി നന്ദി. ഞാൻ സിനു PC, ഒടുവള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ആവില പള്ളിയിൽ വന്ന് മുട്ടേൽ വലിഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. ഒരു സ്ഥലമിടപാടിൽ 5 ലക്ഷം രൂപ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ആ തുക തിരിച്ചു കിട്ടുന്നതിനും ഇടപാട് ഒഴിവാകുന്നതിനും 5 ലക്ഷം രൂപ തിരിച്ചു കിട്ടുന്നതിനും വേണ്ടിയായിരുന്നു. ഇടപാട് ഒഴിവാക്കി ഈശോയെ നന്ദി. പിന്നീട് വീണ്ടും അച്ഛനെ വന്ന് കാണുകയും ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു ക്രെയിനും കൂടി വാങ്ങുന്നതിനും നല്ലൊരു ഓപ്പറേറ്ററെ ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ ക്രെയിൻ വാങ്ങുവാനുള്ള കൃപ നൽകി. പിന്നീട് വീണ്ടും അച്ഛനെ വന്ന് കണ്ടു. ഓപ്പറേറ്റർ ആയില്ല എന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 1 മാസം മുൻപ് ഓപ്പറേറ്റർ വന്നു. കുഴപ്പമില്ലാതെ പോകുന്നു. എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ആവില അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി.
എൻ്റെ പേര് ജാൻസി. ഞാൻ ആവിലായിലെ ബന്ധിതനായ ഈശോയുടെയും അമ്മ ത്രേസ്യയുടെയും കർമ്മല മാതാവിൻ്റെയും മധ്യസ്ഥതയാൽ എൻ്റെ മകൾക്ക് ന്യൂസിലൻഡിൽ ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അവൾക്ക് അവിടെ ആദ്യം താൽക്കാലികമായും പിന്നീട് സ്ഥിരമായും ജോലി ലഭിച്ചു. ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയ ഈശോയ്ക്ക് നന്ദി. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ചേർന്ന് വിളിക്കാം ഈശോയേ. എൻ്റെ പേര് സോന. ഞാൻ ചെമ്പന്തൊട്ടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ എഴുതിയ 3-ാം വർഷ പരീക്ഷയിൽ എനിക്ക് ഡിസ്റ്റിങ്ഷനോടെ എന്നെ പാസ്സാക്കിയതിന് നന്ദി പറയുന്നു. അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ചേർന്ന് വിളിക്കാം ഈശോയേ. ഒരു സായാഹ്നത്തിൽ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ അയൽവാസി വിളിച്ചാണ് അന്ന് രാത്രി ഞങ്ങൾ ആവില പള്ളിയിൽ വരുന്നത്. ഇതിനു മുൻപ് 2 തവണ വന്നിട്ടുണ്ടെങ്കിലും വിശ്വാസത്തോടെ ഞാൻ അന്ന് രാത്രി ഈശോനാമ ജപത്തിൽ സജീവമായി പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ശേഷം അച്ഛനെ കണ്ട് എൻ്റെ വിദേശയാത്രയ്ക്കുള്ള പ്രോസസ്സിംഗ് വേഗത്തിൽ നടക്കുവാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ നിയോഗങ്ങൾ എഴുതി ബന്ധിതനായ ഈശോയുടെ പക്കൽ കെട്ടിയിടുകയും ചെയ്തു. പിറ്റന്നാളായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ. അത് ഞാൻ അത്ഭുതകരമായി പാസ്സാവുകയും കൃത്യം 2 ആഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ഓഫർ ലെറ്റർ വരികയും ചെയ്തു. ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന എനിക്ക് അന്ന് വലിയൊരു വിശ്വാസം ഉടലെടുക്കുകയും ശക്തമായി പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഇന്ന് ഫെബ്രുവരി 22-ന് ഞാൻ ഈ സാക്ഷ്യം എഴുതുമ്പോൾ ഒത്തിരി സന്തോഷവതിയാണ്. കാരണം ഏപ്രിൽ 1-ന് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. അതുവരെയുള്ള എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങിലും ഒരു തടസ്സവും കൂടാതെ നടക്കുവാനും സാധിച്ചു. ഇന്ന് പള്ളിയിൽ വന്നിരുന്നപ്പോഴും പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ജർമ്മനിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ടും ഈശോയുടെ നാമം പ്രകീർത്തിക്കുവാനും അവിടുത്തെ വഴിയിൽ സഞ്ചരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജോൺ. പെരുമ്പുന്ന ഇടവകയിൽ താമസിക്കുന്നു. എൻ്റെ മകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിനായി ഏകദേശം 1 മാസം മുൻപ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ മകളുടെ ജോലിക്കാര്യം ഈശോ ശരിയാക്കി തന്നു. ഈശോയെ നന്ദി. എൻ്റെ പേര് വത്സമ്മ, സ്ഥലം ഉളിക്കൽ. എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ഭവനം പണിയുന്നതിന് വേണ്ടി ഇവിടെ വന്ന് ആരാധന കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കി തന്നു. താമസം തുടങ്ങി. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് സനിത. നെല്ലിക്കാമ്പോയിലാണ് വീട്. എനിക്ക് കുറയാത്ത നടുവേദനയായിരുന്നു. 4 ഇടങ്ങളിൽ ഞാൻ മരുന്നിന് പോയി. മരുന്ന് കഴിക്കും, കുറയുന്നില്ല. പിന്നീട് എനിക്ക് വളരെ സങ്കടമായി. പലരും പല അഭിപ്രായം പറയാൻ തുടങ്ങി. അങ്ങനെ 1 മാസം വീട്ടിലിരിപ്പായി. അങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഞാൻ 2 ആഴ്ച ആവിലയിൽ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ 1 വർഷമായി ഞാൻ ജോലിക്ക് പോകുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ആവില അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഷിവിൽ. ഞാൻ അലക്സ് നഗർ ഇടവകയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ എൻ്റെ വൈഫിൻ്റെ ന്യൂസിലൻഡ് എക്സാം ആയിരുന്നു. എക്സാമിന് മുമ്പുള്ള വ്യാഴാഴ്ച ഞാൻ ഇവിടെ വരികയും മുട്ടിലിഴുകയും ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈശോയുടെ അനുഗ്രഹത്താൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം പാസ്സായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു.